അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയ ഒരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 26-നാണ് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ അതായത് യുണൈറ്റഡ് നേഷൻസ് ഏത് വർഷമാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനമെടുത്തത്? 1987 മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. മയക്കുമരുന്ന് ഉപയോഗവും അതിൻ്റെ അനധികൃത കടത്തും തടയുന്നതിനായി പ്രവർത്തിക്കുന്ന UN സംഘടന ഏതാണ്? UNODC ആണ്. മയക്കുമരുന്ന് ഉപയോഗവും അതിൻ്റെ അനധികൃത കടത്തും തടയുന്നതിനായി പ്രവർത്തിക്കുന്ന UN സംഘടന യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ. ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 1989 മുതലാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. 2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ബ്രേക്കിംഗ് ദ ചെയിൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ. വിലങ്ങുകൾ തകർക്കാം, ഏവർക്കും പ്രതിരോധവും ചികിത്സയും വീണ്ടെടുപ്പും എന്നതായിരുന്നു 2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ തീം. ഇന്ത്യയിൽ മയക്കുമരുന്ന് തടയുന്നതിനായി 1985 പാസ്സാക്കിയ നിയമം ഏതാണ്? NDPS ആക്റ്റാണ് ഇന്ത്യയിൽ മയക്കുമരുന്ന് തടയുന്നതിനായി 1985 പാസ്സാക്കിയത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഇന്ത്യൻ നിയമം ഏതാണ്? കോട്ട്പ, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. ഇതാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഇന്ത്യൻ നിയമം, കോട്ട്പ ആക്ട്. 2003 ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കുകയും 2003 മെയ് 18 അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തു. ഈ നിയമം 2003 പാസ്സാക്കിയെങ്കിലും ഇതിലെ പ്രധാന വകുപ്പുകൾ, അതായത് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനവും പരസ്യങ്ങളുടെ നിരോധനം തുടങ്ങിയവയും രാജ്യത്ത് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2004 മെയ് 1 മുതലാണ്. ലോക പുകയില വിരുദ്ധ ദിനം, വേൾഡ് ആൻറ്റി ടൊബാക്കോ ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? മെയ് 31-നാണ് ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ ഔദ്യോഗിക സന്ദേശം എന്തായിരുന്നു? അൺമാസ്കിംഗ് ദ അപ്പീൽ, കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടൊബാക്കോ അഡിക്ഷൻ. ആകർഷണീയതയുടെ ചുരുളഴിക്കുക, നിക്കോട്ടിൻ പുകയില ആസക്തികളെ ചെറുക്കുക എന്നതായിരുന്നു 2026 ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് 31-ൻ്റെ സന്ദേശം. ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ സിംബൽ എന്താണ്? പുതിയ പൂക്കൾ വെച്ച ആഷ്ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവേഴ്സ് എന്നതാണ് ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സിംബൽ എന്ന് പറയുന്നത്. കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ മിഷൻ്റെ പേരെന്താണ്? വിമുക്തി മിഷൻ എന്നാണ് കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ മിഷൻ. ഇന്ത്യയിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഏത് കേസിലാണ്? മുരളി എസ് ദിയോറ ആൻഡ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് 2001 നവംബർ 2 പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും ആസക്തി ഉണ്ടാക്കുന്നതുമായ വിഷപദാർത്ഥം ഏതാണ്? നിക്കോട്ടിൻ ആണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ വിഷപദാർത്ഥം. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്?
ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത്. പുകയിലയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നിക്കോട്ടിയാന ടബാക്കം എന്നതാണ് പുകയിലയുടെ ശാസ്ത്രീയ നാമം. മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുന്നതിനായി കേരള പോലീസും സർക്കാരും അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനതല സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്നതാണ് മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുന്നതിനായി കേരള പോലീസും സർക്കാരും പ്രഖ്യാപിച്ച സംസ്ഥാനതല സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കുട്ടികൾക്കായി ആരംഭിച്ച ഫുട്ബോൾ അധിഷ്ഠിത ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? 1 മില്യൺ തൂഫാൻ ഗോൾസ് അറ്റ് വേൾഡ് കപ്പ് 2026 എന്നതാണ് ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കുട്ടികൾക്കായി ആരംഭിച്ച ഫുട്ബോൾ അധിഷ്ഠിത ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ഇന്ത്യയെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന പ്രധാന ക്യാമ്പയിൻ ഏതാണ്? നാശമുക്ത് ഭാരത് അഭിയാൻ NMBA ഇതാണ് ഇന്ത്യയെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പാക്കുന്ന ക്യാമ്പയിൻ. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഏത് മാരകമായ സിന്തറ്റിക് മയക്കുമരുന്നിൻ്റെ വിപത്തിനെതിരെയാണ് ഓപ്പറേഷൻ തൂഫാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്? MDMAക്കെതിരെയാണ് ഓപ്പറേഷൻ തൂഫാൻ ലക്ഷ്യമിടുന്നത്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണമായ 1839 ചരിത്ര സംഭവം ഏതാണ്? ചൈനയിൽ ലിൻ സെക്സുവിൻ്റെ നേതൃത്വത്തിൽ വൻതോതിൽ കറുപ്പല്ലെങ്കിൽ ഒപ്പിയം നശിപ്പിച്ച സംഭവമാണ് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണമായ സംഭവം. ലഹരി കടത്തുകാർ വിവരങ്ങൾ കൈമാറാനും മയക്കുമരുന്ന് ഇടപാടുകൾ നടത്താനും രഹസ്യമായി ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ശൃംഖല ഏതാണ്? ഡാർക്ക് വെബാണ് ലഹരി കടത്തുകാർ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്താൻ രഹസ്യമായി ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ശൃംഖല. പോലീസ് പിടികൂടാതിരിക്കാൻ ഓൺലൈൻ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ലഹരി മാഫിയകൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കറൻസി ഏതാണ്? ക്രിപ്റ്റോ കറൻസിയാണ് ഓൺലൈൻ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ലഹരി മാഫിയകൾ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ. അടുത്ത കാലത്തായി കടൽ മാർഗമുള്ള അന്താരാഷ്ട്ര ലഹരി കടത്തിന് മയക്കുമരുന്ന് സംഘങ്ങൾ ഉപഗ്രഹ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചതായി കണ്ടെത്തിയ ആധുനിക സംവിധാനം ഏതാണ്? സ്റ്റാർലിങ്ക് ആണ് കടൽ മാർഗമുള്ള അന്താരാഷ്ട്ര ലഹരി കടത്തിന് മയക്കുമരുന്ന് സംഘങ്ങൾ ഉപഗ്രഹ ആശയവിനിമയത്തിനായി ഉപയോഗിച്ച ആധുനിക സംവിധാനം. കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി. ഈ വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാൻ ആരാണ്? കേരള മുഖ്യമന്ത്രിയാണ് വിമുക്തി മിഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതിൻ്റെ വൈസ് ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ M. ലിജു ആണ്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണെന്ന് എല്ലാവർക്കും അറിയാം. സ്ഥിരമായ മദ്യപാനം മൂലം മനുഷ്യൻ്റെ കരളിനെ ബാധിക്കുന്ന മാരക രോഗം ഏതാണ്? ലിവർ സിറോസിസ് ആണ് സ്ഥിരമായ മദ്യപാനം മൂലം മനുഷ്യൻ്റെ കരളിനെ ബാധിക്കുന്ന രോഗം. മദ്യം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ തലച്ചോറിലെ ഏത് ഭാഗത്തെയാണ് ആദ്യം ബാധിക്കുന്നത്? ഇത് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നഷ്ടമാക്കുന്നു. തലച്ചോറിലെ സെറിബെല്ലത്തെയാണ് മദ്യം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ബാധിക്കുന്നത്. ഇതാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നഷ്ടമാക്കുന്നത്. കഞ്ചാവിലെ ലഹരിക്ക് കാരണമാകുന്ന പ്രധാന രാസഘടകം ഏതാണ്? THC ആണ് കഞ്ചാവിലെ ലഹരിക്ക് കാരണമാകുന്ന രാസഘടകം. ഇതിൻ്റെ ഫുൾ ഫോം ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്നതാണ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകൾക്ക് നാശം സംഭവിക്കുന്ന രോഗം ഏതാണ്? എംഫിസേമ ആണ് പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകൾക്ക് നാശം സംഭവിക്കുന്ന രോഗം. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ലഹരി നൽകുന്ന രാസഘടകം എന്താണ്? എഥനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോളാണ് മദ്യത്തിൽ ലഹരി നൽകുന്ന രാസഘടകം. പുകയിലയുടെ ജന്മദേശം ഏതാണ്? തെക്കേ അമേരിക്കയാണ് പുകയിലയുടെ ജന്മദേശം. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ്? പോർച്ചുഗീസുകാരാണ് പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത്.
ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത്? നിക്കോട്ടിയാന എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പുകയില ചെടിയുടെ ഇലയാണ് പുകയിലയായിട്ട് ഉപയോഗിക്കുന്നത്. പുകയില്ലാത്ത 21-ാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടേതാണ് പുകയില്ലാത്ത 21-ാം നൂറ്റാണ്ടെന്ന ലക്ഷ്യം. പുകയിലയിൽ അടങ്ങിയ മാരക വിഷവസ്തുവായ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥിയെയാണ് പുകയിലയിൽ അടങ്ങിയ നിക്കോട്ടിൻ ബാധിക്കുന്നത്. ഇത് ശരീരത്തിലെ അഡ്രിനാലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ് എന്നിവ കൂട്ടുകയും ചെയ്യുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നിയമവിധേയമായ ലഹരി പദാർത്ഥം ഏതാണ്? കഫീൻ, അതായത് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന കഫീനാണ് നിയമവിധേയമായ ലഹരി പദാർത്ഥം. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? കൊക്ക പ്ലാന്റ്, എറിത്രോസൈലം കൊക്ക എന്ന ശാസ്ത്രനാമത്തിൽ ഉള്ള സസ്യത്തിൽ നിന്നാണ് കൊക്കൈൻ എന്ന മയക്കുമരുന്ന് വേർതിരിച്ചെടുക്കുന്നത്. ബ്രൗൺ ഷുഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാരക മയക്കുമരുന്ന് ഏതാണ്? ഹെറോയിൻ ആണ് ബ്രൗൺ ഷുഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാരക മയക്കുമരുന്ന്. വ്യാജമദ്യ ദുരന്തങ്ങൾ കാരണമാകുന്ന മദ്യത്തിൽ കലരുന്ന വിഷാംശമുള്ള ആൽക്കഹോൾ ഏതാണ്? മെഥനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോളാണ് വ്യാജമദ്യ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്ത്യയിൽ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന പ്രധാന ഏജൻസി ഏതാണ്? NCB, അതായത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് ഇന്ത്യയിലെ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിൽ എത്ര ശതമാനം ഭാഗത്ത് നിയമപരമായ മുന്നറിയിപ്പ് ചിത്രം ചിത്രീകരിച്ചിരിക്കണം എന്നാണ് ഇന്ത്യൻ നിയമം വ്യക്തമാക്കുന്നത്? 85% ഭാഗത്താണ് ഈ നിയമപരമായ മുന്നറിയിപ്പ് ചിത്രം ചിത്രീകരിച്ചിരിക്കണമെന്ന് പറയുന്നത്. ഇന്ത്യയിൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും എത്ര മീറ്റർ ചുറ്റളവിലാണ് ലഹരി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത്? 100 മീറ്റർ ചുറ്റളവിലാണ് ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത്. കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയത് എന്നാണ്? 1996 ഏപ്രിൽ 1-നാണ് കേരളത്തിൽ സമ്പൂർണ്ണ ചാരായ നിരോധനം നടപ്പിലാക്കിയത്. അന്ന് UDF സർക്കാരിൻ്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിയാണ് സംസ്ഥാനത്ത് ചാരായം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ തീരുമാനം എടുത്തത്. ഈ ചാരായ നിരോധനം നടപ്പാക്കുമ്പോൾ പന്തളം സുധാകരനായിരുന്നു അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി. ഇവർ രണ്ടുപേരെയും ഒന്ന് മൈൻഡ് ചെയ്ത് വെച്ചോളും. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ചികിത്സാ രീതിക്ക് പറയുന്ന പേരെന്താണ്? ഡി അഡിക്ഷൻ അല്ലെങ്കിൽ പുനരധിവാസം എന്നാണ് ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ചികിത്സാ രീതി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ സ്കൂൾ കുട്ടികൾ ലഹരിക്കെതിരെ തീർക്കുന്ന പ്രതീകാത്മക പ്രതിരോധ മതിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലഹരി വിരുദ്ധ ചങ്ങല എന്നാണ് ലഹരിക്കെതിരെ കുട്ടികൾ തീർക്കുന്ന പ്രതീകാത്മക പ്രതിരോധ മതിൽ. മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ്? കഞ്ചാവ്. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ്? ബ്രൗൺ ഷുഗറാണ് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ വെള്ളയാണ്. ബ്രൗൺ ഷുഗർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ബ്രൗൺ എന്ന് വിചാരിക്കും, അതല്ല, ഇതിൻ്റെ നിറം വെള്ളയാണ്. അടുത്തത്, ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ്? അൽകുഹൂൽ എന്ന അറബി വാക്കിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത്. അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം ചോദ്യം നോക്കാം. ലഹരി മരുന്നുകളുടെയും മാനസിക നിലയെ ബാധിക്കുന്ന രാസപദാർത്ഥങ്ങളുടെയും നിർമ്മാണം, കൈവശം വെക്കൽ, വിപണനം, കടത്തൽ, ഉപയോഗം എന്നിവ തടയുന്നതിനായി ഇന്ത്യയിൽ 1985 പാസ്സാക്കിയ ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മയക്കുമരുന്ന് കടത്തുന്നവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ നിയമമായ NDPSൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ തന്നെ ഈ ചോദ്യം പറയുന്നുണ്ട്, അതിൻ്റെ പൂർണ്ണ രൂപം പറയുന്നുണ്ട്. ശ്രദ്ധിച്ച കൂട്ടുകാർക്ക് മനസ്സിലാവും. അപ്പം ഉത്തരം ചെയ്തോളാം. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം.
ആദ്യമായി ഫിഫ ലോകകപ്പ് കിരീടം 1930 നേടിയ രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഉറുഗ്വേയാണ് ആദ്യത്തെ ലോകകപ്പ് കിരീടം നേടിയത്. അപ്പോൾ ശരിയുത്തരം പറഞ്ഞ നീരവ്, അമാൻ ആദി, ആദിത്യൻ, ആയിഷ, അജേഷ് എല്ലാവർക്കും, പിന്നെ 3 പേര് പറഞ്ഞിട്ടില്ല, അവർക്കും എല്ലാ കൂട്ടുകാർക്കും, ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ കമൻറ്റ് ചെയ്യുന്നവരെ നിങ്ങളുടെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. കുറേ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ എനിക്ക് മൈൻഡിൽ അത് ആവും. എങ്കിലും ചില സമയത്ത് ഒരുപാട് കൂട്ടുകാരെ കാണുമ്പോൾ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.